കൊടുത്ത വാക്ക് കഴിയും വിധം പാലിക്കുവാൻ ശ്രമിക്കുക എന്നത് ഒരാൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം വളർത്തിയെടുക്കാൻ ഏറെ സഹായകരമാണ്. ഒരു കാര്യത്തിന് ഏറെ പരിശ്രമിച്ചിട്ടും തോറ്റുപോയാൽ അത് ഒരിക്കലും നിങ്ങളുടെ തെറ്റല്ല. അതേസമയം യാതൊരു പരിശ്രമവുമില്ലാതെ തോൽക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. കാര്യങ്ങൾ മുഴുവനായി അറിയുന്നതിനു മുൻപ് നമ്മളെ കുറ്റപ്പെടുത്തുന്നവർ ഒരിക്കലും നമ്മെ ആത്മാർത്ഥമായി സ്നേഹിച്ചവരാകില്ല. എല്ലാവരുടെയും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നോക്കി ജീവിക്കുക എന്നത് പ്രയാസകരമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ പരിഗണിക്കുകയും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുക. വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന ലക്ഷ്യം വിദ്യാർത്ഥികളിൽ കഴിയുന്നത്ര ആത്മവിശ്വാസം സൃഷ്ടിക്കുക എന്നതാണ്. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾക്ക് പരിപൂർണ വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായും അതുമായി മുന്നോട്ടു പോവുക. മറ്റുള്ളവർ നമ്മെ ഒറ്റപ്പെടുത്തുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും നമ്മൾ തളർന്നു പോകരുത്. അപ്പോഴാണ് നാം കൂടുതൽ ശക്തരാകേണ്ടത്. നിങ്ങൾക്ക് ജീവിതത്തിൽ സൂര്യനെപ്പോലെ തിളങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം സൂര്യനെപ്പോലെ കത്തിജ്വലിക്കണം. നിങ്ങളെ ഒരിക്കലും മനസ്സിലാക്കാത്തവർക്ക് വേണ്ടിയും മനസ്സിലാകാത്തവർക്ക് വേണ്ടിയും ഒരിക്കലും ഒരു കാരണവശാലും കരയുകയോ കാത്തിരിക്കുകയോ ചെയ്യരുത്. നിങ്ങളുടെ കയ്യിലുള്ള ആശയങ്ങളെ ഒരു നിക്ഷേപമായി അവതരിപ്പിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നിരവധി നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഉറപ്പാണ്. നേട്ടങ്ങൾ ഒരിക്കലും പണത്തിലൂടെ മാത്രം നേടാൻ കഴിയില്ല. കഠിനാധ്വാനം കൂടി അതിന് ആവശ്യമാണ്. എത്ര മോശം സാഹചര്യത്തിലും തൻ്റെ പങ്കാളിയെ വിട്ടുപോകാൻ ഒരാൾക്ക് കഴിയാത്തതിന് 3 കാരണങ്ങളേ ഉള്ളൂ. 1 ആത്മാർത്ഥ സ്നേഹമുള്ളതുകൊണ്ട്, 2 തൻ്റെ നിവൃത്തികേടുകൊണ്ട്, 3 ഒരു ലക്ഷ്യം ഉള്ളതുകൊണ്ട്. സ്നേഹത്തിനു വേണ്ടി ആരുടെ മുൻപിലും യാചിക്കാതിരിക്കുക. യാചിച്ചു നേടുന്ന സ്നേഹം വെറും സോപ്പ് പതയിലെ കുമിളകൾ പോലെയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിന് മുൻപ് നിങ്ങൾ അതിനെക്കുറിച്ച് സ്വപ്നം കാണണം. നാം ഇന്നത്തേക്ക് കുറച്ചു ത്യാഗങ്ങൾ സഹിച്ചാലേ നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു നാളെയെ നേടാനാകൂ. നിങ്ങളെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി നിങ്ങളുടെ സമയം പാഴാക്കാതിരിക്കുക. പരസ്പരമുള്ള വിശ്വാസമാണ് ഏതൊരു ബന്ധത്തിൻ്റെയും കെട്ടുറപ്പ് തീരുമാനിക്കുന്നത്. ഏതൊരു കാര്യത്തിനും സാഹചര്യം നിങ്ങൾക്ക് എതിരാണെങ്കിൽ പോലും എല്ലായ്പ്പോഴും ഒരു പൂർണ്ണ ശ്രമം നടത്തുക. പുതുതായി ഒരാളെ പരിചയപ്പെടുമ്പോഴും അടുത്തറിയുമ്പോഴുമാണ് മുൻപ് നമുക്കറിയുന്ന ഒരാളുടെ ശരി തെറ്റുകൾ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുക. ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കാൻ കഴിയാത്തവർ നേടിയെടുക്കുന്നത് പൊള്ളയായ അർദ്ധമനസ്സുള്ള വിജയമാണ്. അത് എല്ലായ്പ്പോഴും നിങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കുന്നു. സ്വന്തം താൽപ്പര്യങ്ങൾക്കൊപ്പം മറ്റുള്ളവരുടെ താൽപ്പര്യങ്ങൾ കൂടി പരിഗണിക്കുന്നവരെയാണ് ഏതൊരാൾക്കും ഇഷ്ടമുണ്ടാവുക. ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും സങ്കടകരമായ അനുഭവങ്ങളും സന്തോഷകരമായ അനുഭവങ്ങളും ഉണ്ടാകും. അത് ചെറിയ രീതിയിലോ വലിയ രീതിയിലോ ആണെങ്കിൽ പോലും. ആത്മാർത്ഥമായും ആഴത്തിലും സ്നേഹിക്കാൻ ഒരാളുണ്ടെങ്കിൽ തീർച്ചയായും അവർ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ഒരു ശക്തിയാണ്. ഏതൊരു കാര്യത്തിനെക്കുറിച്ചുമുള്ള അമിത പ്രതീക്ഷകൾ നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ സംഘർഷാവസ്ഥയിൽ എത്തിക്കും.
കൊടുക്കുന്ന സ്നേഹം അതുപോലെ തിരിച്ചു കിട്ടണമെന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹമാണ്. സ്നേഹം അഭിനയിക്കുന്നവർ പലയിടത്തും വിജയിക്കുമ്പോൾ ആത്മാർത്ഥമായി സ്നേഹിച്ചവർ പലപ്പോഴും പരാജയപ്പെടുന്നതായി കാണാം. നിങ്ങളെ പരിഹസിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടാകാം. എന്നിരുന്നാലും നിങ്ങൾ ഒരിക്കലും ആരെയും പരിഹസിക്കരുത്. പലർക്കും പലതും നേടുവോളം നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും. എന്നാൽ നേടിക്കഴിഞ്ഞാൽ നമ്മളെപ്പോലെ അപ്രിയമായവർ വേറെയുണ്ടാകില്ല. ബുദ്ധിമാനായ ഒരു വ്യക്തിക്ക് ഉപദേശം ആവശ്യമില്ല. കഷ്ടത അറിയുന്നവന് ജീവിതത്തിൽ ഒരു പരാജയവുമില്ല. നമ്മുടെ ചിന്തയും പ്രവൃത്തിയും ഒരുമിച്ച് ചേർത്താൽ ജീവിതത്തിൽ വിജയം എളുപ്പത്തിൽ നേടാനാകും. മാനസികമായ കാര്യങ്ങൾക്കോ ഇഷ്ടങ്ങൾക്കോ യാതൊരു പരിഗണനയും നൽകാതെ എപ്പോഴും ശാരീരിക സുഖത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന വ്യക്തി ഒരിക്കലും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നില്ല. ചിലപ്പോഴെങ്കിലും പ്രശ്നങ്ങളെ നേരിടുമ്പോഴാണ് പല കഴിവുകളും നമുക്ക് ഉണ്ട് എന്ന് നാം തിരിച്ചറിയുക. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ ഇനി എന്തെല്ലാം നേടാനാകും എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നവരായിരിക്കില്ല നമ്മളെ സഹായിക്കാനെത്തുക. ഒരുപക്ഷെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത മറ്റാരെങ്കിലും ആയിരിക്കും. ആത്മാർത്ഥതയില്ലാത്ത വ്യക്തിയുടെ ഏറ്റവും വലിയ ലക്ഷണമാണ് കാണുമ്പോൾ മാത്രം ഓർമ്മിക്കുകയും സ്നേഹപ്രകടനം നടത്തുകയും ചെയ്യുക എന്നത്. ഓരോ കുട്ടിയും തൻ്റെ കഴിവുകൊണ്ട് വ്യത്യസ്തനാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ മനുഷ്യർ അവരെ ഒരുപോലെ തന്നെ ആക്കിയാലേ അടങ്ങൂ എന്ന് വാശി പിടിക്കുന്നു. ജീവിതം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴാണ് കൂടെ നിന്നിരുന്നവരുടെയും കൂട്ടുകൂടിയവരുടെയും ഒക്കെ യഥാർത്ഥ സ്നേഹം തിരിച്ചറിയാൻ സാധിക്കുക. ഏതൊരു കാര്യത്തിനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോഴാണ് അതിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുക. ചില ആളുകളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ പലതുകൊണ്ടും അഭിനയിക്കുന്നവരെ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. പണത്തിന് അമിത പ്രാധാന്യം കൊടുക്കുന്നവർക്കും ആത്മാർത്ഥമായ സ്നേഹത്തേക്കാൾ മൂല്യം പണത്തിന് കൊടുക്കുന്നവർക്കും ഒരിക്കലും ആരെയും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല. പരസ്പരമുള്ള വിശ്വാസമാണ് ഏതൊരു ബന്ധത്തിൻ്റെയും കെട്ടുറപ്പ് തീരുമാനിക്കുന്നത്. അതിന് കോട്ടം തട്ടുന്നതോടുകൂടി ആ ബന്ധത്തിന് ഉലച്ചിൽ തട്ടാൻ തുടങ്ങുന്നു. പെട്ടെന്ന് വന്നു പോകുന്ന സന്തോഷത്തിന് വേണ്ടി പ്രയത്നിക്കുന്നതിനേക്കാൾ നല്ലത് എന്നും നിലനിൽക്കുന്ന സന്തോഷത്തിന് വേണ്ടി പ്രയത്നിക്കുന്നതാണ്. ഏതൊരു മനുഷ്യനെയും തോൽപ്പിക്കാൻ വളരെ എളുപ്പമായിരിക്കും. എന്നാൽ വിജയിപ്പിക്കൽ അത്ര എളുപ്പമല്ല. നാം ചെയ്യുന്ന ജോലിയിൽ പുരോഗമിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യം. സ്വന്തം ആഗ്രഹങ്ങൾക്കൊപ്പം തൻ്റെ ആഗ്രഹങ്ങൾ കൂടി ചേർത്ത് വയ്ക്കുന്നവരെയാണ് ഏതൊരാൾക്കും ഇഷ്ടമുണ്ടാവുക. നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ വരുമ്പോൾ നിങ്ങളുമായി കൂട്ടുകൂടുകയും നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരെ ഒരിക്കലും നിങ്ങളുടെ കൂടെ കൂട്ടരുത്. ഒരു സ്ത്രീ സ്നേഹിക്കുന്ന പുരുഷൻ ആദ്യമായി ആ സ്ത്രീയെ ചുംബിക്കുന്നത് അവളുടെ കവിളിലാണെങ്കിൽ അയാൾ ആ സ്ത്രീയെ നിഷ്കളങ്കമായി സ്നേഹിക്കുന്നു എന്ന് അനുമാനിക്കാം. ഒരു ആവേശത്തിന് വലിച്ചെറിഞ്ഞതൊന്നും മറ്റൊരു ആവേശത്തിൽ തിരിച്ചു പിടിക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ഉപേക്ഷിക്കുന്നതിന് മുൻപ് നന്നായി ആലോചിക്കുക.
തൻ്റെ ലക്ഷ്യം നിറവേറ്റണമെന്ന ആഗ്രഹമുള്ളയാൾ എത്ര മോശം സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. നിങ്ങൾക്ക് അർഹമായത് നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. നല്ല സ്വപ്നങ്ങൾ കാണുകയും അതിനായി അധ്വാനിക്കുകയും ചെയ്യുന്നവർക്ക് മികച്ചത് മാത്രമാണ് അവ നൽകുന്നത്.